മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡിന്റെ ജില്ലാ വാർഷിക പൊതുയോഗം ഏറ്റുമാനൂർ സാൻജോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എയ്ഡ് സംസ്ഥാന ചെയർമാൻ ഫാദർ റോയി വടക്കേൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ DSLAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 13 അദാലത്ത് നടന്നു. ഈ അദാലത്ത് നടക്കുന്നതിന് മുമ്പ് 71 പഞ്ചായത്തുകളിലും വിവരാവകാശം വെച്ച് ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ പഞ്ചായത്തിൽ നിന്ന് സ്കോളർഷിപ്പ് നൽകി എന്നുള്ള കണക്കുകൾ ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ DLSAയുമായി വേണ്ട ഹോംവർക്ക് നടത്തിയതിനു ശേഷമാണ് അവര് ഈ അദാലത്ത് നടത്തിയത്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിമാരും പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ എത്തിയപ്പോൾ അവരെന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറയാനുണ്ടായിരുന്നതൊക്കെയും ഒരു പരിധിവരെ പൊളിച്ചടുക്കി എന്ന് പറയത്തക്ക വിധത്തിൽ അവർക്ക് DLSAയ്ക്ക് അറിവ് കൊടുത്ത് വന്ന പഞ്ചായത്ത് സെക്രട്ടറിമാരോടും അല്ലെങ്കിൽ കൺസേൺ ഉദ്യോഗസ്ഥരോടും വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അതിലായെങ്കിൽ അവരുടെ നടപടിയെടുക്കുന്നവരെ ശാസിക്കുവാനും തക്ക വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു. നമുക്കൊരു സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും അതിനുവേണ്ടിയുള്ള ത്യാഗം സഹിക്കുവാനും മനസ്സാകുന്നു എന്നുള്ളതിലൂടെയാണ് അവരുടെ നേതൃത്വത്തിന്റെ പാഠവും നമ്മൾ മനസ്സിലാക്കുക. സാൻജോസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ, പെയ്ഡ് സംസ്ഥാന ട്രഷറർ ജെന്നി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ് വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ടോണി വർഗീസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മേഴ്സി അബ്രഹാം കൃതജ്ഞതയും പറഞ്ഞു. പാരീസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യൂണിഫൈഡ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് സിൽവർ മെഡൽ നേടിയ 6 കുട്ടികളെ യോഗത്തിൽ മെഡലും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കുട്ടികളുടെ അവകാശമായ സ്കോളർഷിപ്പ് കുടിശ്ശിക നൽകണമെന്ന് പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി തിരുഹൃദയ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലവർ ജോസ് സവിശേഷ കഴിവുകളുള്ളവരുടെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂൾ പ്രിൻസിപ്പൽമാരും രക്ഷകർത്താക്കളുമായി 151 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.